നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് മെയ് മാസം 1-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് 4 മണിക്കൂർ നേരം കൊണ്ട് 4 ലിറ്റർ അരച്ച മരുന്ന് നിങ്ങളെ ഏത് രോഗത്തിൽ നിന്നും മാറ്റിയെടുക്കും. ചില ആളുകൾക്ക് ഊരവേദന, ശ്വാസം മുട്ടൽ, മുട്ടുവേദന, ഇത് മാറാൻ വേണ്ടി 30 ലിറ്റർ കഷായം ഒന്നുകിൽ 15,000 രൂപയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ 4 ലക്ഷത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ 75,000-ൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ 30,000-ൻ്റെ ആയിരിക്കാം. ഇങ്ങനെ ഈ കഷായം വേണം. ഇത് ഏതാ തരം എന്ന് എനിക്കൊക്കെ പറയാൻ സാധിക്കില്ല. ഓരോരുത്തരുടെ രോഗത്തിനനുസരിച്ച് ചെയ്യേണ്ടി വരും. ചില ആളുകൾക്ക് ഒരുപാട് ഗുളിക കഴിച്ചിട്ടുള്ള തകരാറുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഗുളിക അല്ലെങ്കിൽ കോട്ടക്കൽ ആയുർവേദശാലയുടെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 1.5 കോടി രൂപയുടെ കഷായം ഉപയോഗിക്കണം ഈ ഒരൊറ്റ തവണ. കാരണം അത്തരം മാരകമായ വിഷമാണ് ശരീരത്തിനുള്ളത്. ഇത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ എൻ്റെ കണക്കിൽ ഈ 4 മണിക്കൂർ ഈ പണി കഴിഞ്ഞാൽ, ഈ 30 ലിറ്റർ കഷായം കഴിഞ്ഞാൽ ഒരു 1 മാസം റെസ്റ്റ് എന്ന നിലയ്ക്ക് പഥ്യം ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ എരിവ്, പുളി, ഇറച്ചി, മീൻ ഒക്കെ തൽക്കാലികം നിർത്തലാക്കുക. എന്നാൽ ഇറച്ചി, മീൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തിരുത്ത് എനിക്കുണ്ട്, എൻ്റേതായ ഒരു ഭാഗമുണ്ടാവുമല്ലോ. നല്ല എരുമയുടെ ഇറച്ചി അല്ലെങ്കിൽ നല്ല ചിക്കൻ, വെളുത്ത ഉള്ളി, ഇഞ്ചി, കുരുമുളക് മാത്രം ഇട്ടിട്ട് അതിന് നെയ്യ്, കരൾ ഉൾപ്പെടെ ഉപയോഗിക്കരുത്. കരളും നെയ്യൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇത് മാത്രം ഇട്ടിട്ട് ഈ ഇറച്ചി പുഴുങ്ങിയിട്ട് നല്ല മധുരട്ട കട്ടൻ ചായ വെച്ചിട്ട് കഴിക്കണം. ഇപ്പോൾ എൻ്റെ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾ ചെയ്യണം. എന്താ ഇതിന് കാരണം എന്നല്ലേ? കാരണം വലിയ കാരണമുണ്ട്. ഇവിടെ കാണുന്ന ആളുകൾക്ക് ഫുള്ളായിട്ട് എല്ലാ ഞരമ്പിനും താരമാണ്. ഓരോ ഞരമ്പ്, ഇപ്പോൾ കണ്ണിൻ്റെ ഞരമ്പ് താരമായാൽ കണ്ണ് കാഴ്ച ഉണ്ടാവില്ല. അപ്പോൾ ഇടത്തെ സൈഡിലുള്ള ഹാർട്ട് വർക്ക് ചെയ്യില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഓരോ ഞരമ്പിനെ വെച്ച് ബാധിക്കും. തലയിൽ കൃത്യമായിട്ട് നല്ല എണ്ണ തലയിൽ ചെല്ലാഞ്ഞാൽ ഈ അവരുടെ ഒരു രോഗം എന്ന് പറഞ്ഞത്, പിന്നെ ആണായാലും പെണ്ണായാലും ഉള്ള സംഭവമാണ് മുട്ട അടിക്കില്ല. ഇത് ആണായാലും പെണ്ണായാലും ഞാൻ അതിനെക്കുറിച്ച് അത്രയും പറയുന്നുള്ളൂ. ഇത് ഒരു വലിയ സംഭവമാണ്. ഒരു കുടുംബകലഹത്തിന്, കലാപത്തിനൊക്കെ കാരണം വരും. മനസ്സിലായി? ഇതിനെന്താ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യൽ കുറച്ചുള്ളത്? പച്ചവെള്ളം കഴിക്കലും എണ്ണ തേക്കലും 2 കാര്യമാണ് ടെസ്റ്റിക്ക് വന്നത്. അത് നിങ്ങൾക്ക് എന്തൊക്കെ തകരാറ് വന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു ലേശം കൂടി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാം. ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആശുപത്രിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു 3,000 കോടി അല്ലെങ്കിൽ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് 1 മണിക്കൂറെ കൊണ്ട് ആൾ മരിക്കുക. അതാണ് ഇതിനെ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം തന്നെയാണ്. നല്ല ഗുണമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ അടുത്ത് പോയി ഞാൻ ചൂറിയാസിസ് നമുക്ക് 6 ദിവസം മരുന്നിന് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടോന്നോ അയാളുടെ ഭാര്യയ്ക്ക് ചൂറിയാസിസ് കൊണ്ട് 30 മൈദനോട്ടറായിരുന്നു മരിക്കുമ്പോൾ 30 ലക്ഷം രൂപ അവർ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, യഥാർത്ഥം അറിയില്ല. അവർ പറഞ്ഞ വാക്കിൽ വിശ്വസിക്കാൻ പറ്റും. രാവിലെ ചെന്ന് സൂചി വെച്ച ഉടനെ ആൾ മരിച്ചു. ഈ വെച്ചത് പിന്നെ ഈ മരിച്ച ആളെ പിന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 30 ലക്ഷം രൂപ അന്ന് വാങ്ങിയിട്ടുള്ളത്. വിവിധ ചെക്കപ്പും ടെസ്റ്റൊക്കെയാണ് പോയത് കേട്ടോ. അതിൻ്റെ അവസാനം അവർ പറഞ്ഞ് അവരെ മരുന്നിലല്ല തകരാറ് വന്നത്, അത് ഈ ആൾക്ക് രോഗം ഉണ്ടായിരുന്നു. നിങ്ങളിതൊന്ന് മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ അവരെ കുറ്റപ്പെടുത്താറില്ല. ഇതേ ആശുപത്രിയിൽ നിന്ന് മുമ്പ് ചികിത്സിച്ച ആളുകളുടെ കണ്ണ് പോയവർ, എൻ്റെ ഒരു അമ്മായിയുടെ മകനുണ്ടായിരുന്നു 2 കിഡ്നി പോയത്. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് നിങ്ങൾ വൈദ്യ ഡോക്ടറെ കുറ്റമല്ല അത്, അദ്ദേഹത്തിൻ്റെ മരുന്ന് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ നിൽക്കണ്ട, അദ്ദേഹത്തിന് നമ്മൾ വെറുതെ പറയുന്ന ഈ മരുന്നിൽ അതേ നടക്കും. അത് നിങ്ങൾ പിന്നെ അതിൻ്റെ മുകളിൽ കാത്തു കെട്ടിയിട്ട് ഇപ്പം ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ആരും ശ്വാസം മുട്ടൽ, കിഡ്നിയുടെ സൂക്കട്,
ശരീരത്തിലെ മുറി ഉണങ്ങാനൊന്നും ഈ മരുന്ന് ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ ഉണങ്ങാനുള്ള സംവിധാനമായി കിട്ടും. അപ്പോൾ നല്ല ഓർക്കുക, കോട്ടക്കല ആയുർവേദശാലയും ഇംഗ്ലീഷ് മരുന്നും ഫുള്ളായിട്ട് അടക്കണം, ലോകരാജ്യത്തു നിന്ന് തന്നെ നീക്കം ചെയ്യണം. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു 15% കുട്ടികളുടെ മരുന്നുണ്ടായി. 15% ഏറിയ 20ൻ്റെ അടിയിൽ ഉണ്ടാവും, അത്രയേ ഉള്ളൂ കുട്ടികളുടെ മരുന്ന്. മറ്റൊക്കെ തട്ടിപ്പാണ്, മറ്റെല്ലാ മരുന്നും തട്ടിപ്പാണ്. അപ്പോൾ അതൊരു വ്യവസായ കേന്ദ്രമാണ്. അപ്പോൾ ഈ വ്യവസായ സാധനം ജനങ്ങളെ കൊല്ലാനുള്ള വ്യവസായം ഇത് കാരണം നമ്മളത് പൊളിച്ചു കളയാൻ വേണ്ടി എല്ലാവരും എടുക്കണം എന്നല്ല, അത് നടപ്പാക്കണം. അതായത് ഡോക്ടർമാരോട് ഒരു പരിധി വരെ പറയണം, ആവാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അവരോട് വാണിംഗ് കൊടുക്കണം. വീണ്ടും അവരതാ ചെയ്യണമെങ്കിൽ അടിച്ച് നട്ടല് മുറിക്കണം. അത് ഡോക്ടറാരൊന്നും നോക്കണ്ട, അടിച്ച് നട്ടല് മുറിക്കുക. ഈ സുഖം മരുന്ന് എൻ്റെ കയ്യിലുള്ളൂ. ഇപ്പോൾ ആർ സി സിയിലെ പെരിയാരം മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരൊക്കെ നട്ടല് മുറിഞ്ഞിട്ട് പുഴുത്തിട്ട് പുഴുവരിച്ചിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അവർക്ക് എൻ്റെ വിദ്യയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, എന്നിട്ടും എൻ്റെ മുന്നിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം. എനിക്ക് താല്പര്യം നോക്കലല്ല, എന്നോട് മര്യാദ പറഞ്ഞാൽ അതനുസരിക്കല. ആരാണോ മര്യാദ പറയുന്നത് ആ മര്യാദ കൃത്യമായിട്ട് അനുസരിക്കുക, അത് കൊണ്ടു നടക്കുക. അതാണ് ഞാൻ ചെയ്യുന്ന പണി. അപ്പോൾ ഈ മര്യാദയുടെ പുറത്ത് അവർക്ക് ഡീറ്റെയിൽ വേണം, എനിക്ക് ഇതിന് വേണമെന്ന് പറഞ്ഞാൽ ഞാനത് മാറ്റി വെക്കും. ഡീറ്റെയിൽ വേണം, മുമ്പ് ചെയ്തതിൻ്റെ വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് വേണ്ടാതെ എന്തിനാ അതിൻ്റെ ആവശ്യം? നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നുകാരുടെ കിടത്തുനിന്ന് മരിച്ച ആളുകളുടെ വീഡിയോ എടുത്തിട്ടാണോ നിങ്ങൾ അവിടെ പോണത്? ഇംഗ്ലീഷ് മരുന്നുകാർ ചെയ്യുന്നത് കംപ്ലീറ്റ് ഒരാളും വിജയിക്കുന്നില്ല. ആശുപത്രിയിൽ ഓടുന്നൊക്കെ അല്ലേ, അത് കൊല്ലാൻ കൊണ്ടുപോകാനാണ്. അതായത് 300 കോടി മേടിക്കാനുള്ള പണിയിലാണ് ആ ആംബുലൻസ് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളത് വിടുന്നില്ലേ? അതിൽ പോകുന്നത് മയക്കുമരുന്നാണ്. അതിൻ്റെ ഉള്ളിൽ ചില ആംബുലൻസിൽ പോകുന്നത് കൊലയാളികളാണ്. കൊലയാളികൾ വേറൊരു സ്ഥലത്തേക്ക് കൊല ചെയ്യാനാണ് പോണത്. എന്നിട്ട് നിങ്ങളത് അതിൻ്റെ പിന്നിൽ ശരിയാണെന്ന് പറയുന്നില്ലേ? ആംബുലൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വഴി ഇങ്ങനെ തുറന്നു കൊടുക്കണം. എന്തിനാണ് തുറന്നു കൊടുക്കുന്നത്? അത് നിങ്ങളെ കൊല്ലാനാണ് പോകേണ്ടത്. ആവശ്യമുള്ള മരുന്ന് എൻ്റെ കയ്യിലാണ്. ഇത് നിങ്ങൾ ആംബുലൻസ് ഓടിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ചിന്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 4 ലിറ്റർ അരച്ച മരുന്ന് അല്ലെങ്കിൽ 30 ലിറ്റർ കഷായം, അത് ഏതാ തരച്ചാൽ അത് വേണ്ടി വരും കേട്ടോ. അത് അരച്ച മരുന്ന് എന്ന് പറഞ്ഞാൽ 45,000 1.5 ലക്ഷം രൂപ വിലയുണ്ട് ആ സാധനത്തിന്. അതേ സ്ഥാനത്ത് വെറും 500 രൂപയ്ക്ക് അര ഗ്ലാസ് മരുന്നുണ്ട്. വെറും 500 രൂപയ്ക്ക് കൊറോണ വൈറസിൻ്റെ മരുന്ന് 100 രൂപ മതി. വായ്പുണ്ണിൻ്റെ മരുന്ന് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും മിനിമം 500 രൂപയ്ക്ക്. അത് 10 ആളുണ്ടെങ്കിൽ ഈ 500 രൂപയുടെ മരുന്ന് 10 ആൾക്ക് ഉപയോഗിക്കാം. 10 ആൾക്ക് ഉപയോഗിക്കാം. അതങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? മരുന്ന് അരച്ചാൽ സ്റ്റോക്ക് ചെയ്ത് എടുത്തേക്കാനൊന്നും പറ്റില്ല. എനിക്ക് അരച്ച മരുന്നാണ്. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ, എന്നെ തയ്യാറാണ്ടാക്കാമെന്ന് വിചാരിച്ചാലും മെനക്കാറില്ല. ഇത് പച്ചമരുന്നാണ്. ബഹുമാനപ്പെട്ട പാർലമെൻറ്റുകളൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുന്ന പണിയാണ്. അവരനുകൂലമൊന്നും എനിക്കില്ല കേട്ടോ. അനുകൂലമൊന്നുമില്ല. ഇനി ഭാവിയിൽ ചിലപ്പം കിട്ടുമില്ലെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ചികിത്സാ ഇൻഷുറൻസ് ഇപ്പോൾ നടക്കുന്നത് ഉള്ളക്കാരുടെ കയ്യിലാണ്. അതിന് തർക്കമൊന്നുമില്ല. അത് ഇവർ ഒരുമിച്ച് എല്ലാവരും അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും. ഞാൻ കൊപ്പത്തുണ്ട്. ആവശ്യമുള്ളവർക്ക് നേരിട്ട് വരണം. നേരിട്ട് ചിലവർക്ക് 200 രൂപ ഫീസ് എടുക്കണം. ചില ആൾക്ക് വിശദമായിട്ട് ചെക്ക് ചെയ്യാണ്ടാവും. അപ്പോൾ 1000 രൂപ ഫീസ് അടക്കണം. അതാണ് എൻ്റെ കാര്യം. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ബാക്കിയുള്ള തീരുമാനിക്കുക. എന്തായാലും 4 മണിക്കൂർ മരുന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഒരു കളിയും വേണ്ട. അത് ചിലവർക്ക് പുറത്തണം മരുന്ന് വേണ്ടി വരും, ചിലവർക്ക് അകത്ത് കഴിക്കണം മാത്രം മതിയാവും, ചിലവർക്ക് കഷായമൊക്കെ അടക്കം വേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് വരിക. അതൊക്കെ ഓരോരുത്തരുടെ രോഗത്തിനനുസരിച്ച് അതൊന്നും നമ്മളെ കരുതി കൂട്ടി ചെയ്യണമല്ല. എന്തായാലും 4 തവണ മരുന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നോർമൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മരുന്നൊക്കെ നിർത്തി വെച്ച് ജോലിക്ക് പോകാൻ പറ്റും. ഞാൻ പട്ടാമ്പി കൊപ്പത്തുണ്ട്, ടക്കനവതി മുഹമ്മദ് പതിയിൽ പട്ടാമ്പി. അപ്പോൾ ഞാനും എൻ്റെ ഷാജഹാൻ്റെ പരിപാടികളും ലോകത്തൊന്നായിട്ട് വരണം. അതായത് ഞങ്ങളിതുപോലെ ഒരുപാട് പ്രശ്നം നടന്നിട്ടാണെങ്കിലും അംബാനിമാരെ കൂടുതലേക്ക് കയറാൻ ഉദ്ദേശിക്കുകയാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ആവശ്യ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. അംബാനി
നമ്മുടെ ഫോണാണ് ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങളുണ്ടാക്കിയത് കറണ്ടിൻ്റെ പുതിയ സംവിധാനം 2 കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. 3ാമത്താണ് ഈ സാധനം. അപ്പോൾ ഷാജഹാൻ അലി തരംഗർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെയും കൂടി കൂടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്ത് ഇതുപോലെ വിദ്യ ആര് നോക്കിയാലും അവർക്ക് അവസരമുണ്ടാവും, അവരെ കൊണ്ടുവരികയും ചെയ്യും. ആവുന്നത്ര ശ്രമിക്കും. കാരണം വിജയിപ്പിക്കേണ്ടത് നമ്മുടെയും കൂടി ജോലിയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ കിട്ടിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളും കൂടി ചെയ്യും. കാരണം നമുക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയൊന്നുമില്ല, നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് വേണം, അത് വേറെ കാര്യം. പക്ഷെ അത് ഗ്രേഡ് തട്ടിയിട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ